സുമതി വളം ഒരു രക്ഷയില്ല, അടിപൊളി. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ അഭിലാഷ് പിള്ള എന്ന് പറയുന്ന റൈറ്ററാണ്. ബ്രില്യൻ്റ് റൈറ്ററാണ്. അതുപോലെ ഡയറക്ഷൻ ആണെങ്കിലും അടിപൊളിയാണ്. BGM ഒക്കെ സൂപ്പറാണ്. ഇത് ഫുൾ ടൈം ഹൊറർ സിനിമ അല്ല, എല്ലാം മിക്സിംഗ് ആണ്. ഇത് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ വന്നിരുന്ന് കണ്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ അടിപൊളി പടമാണ്. അർജുൻ അശോകൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ് സുമതി വളം എന്ന കാര്യത്തിൽ യാതൊരു സംശയം. സിദ്ധാർത്ഥ് ഭരത് അടിപൊളിയാണ്. ഇവർ രണ്ടുപേരും മലയാളത്തിൻ്റെ വാഗ്ദാനങ്ങളാണെന്നുള്ള തെളിയിച്ച സിനിമയാണ്. ഇനി രണ്ടുപേരും അടിപൊളി ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. എല്ലാവരും ഷൈജു കുറുപ്പൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ഹിറ്റ് സിനിമ തന്നെയാണ്, ഒരു സംശയം വിചാരിക്കേണ്ട, അടിപൊളി. പിന്നെ ദയവേത് ഞാൻ പറയുകയാണ്, ഈ യൂട്യൂബർമാരുടെ അടുത്ത് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഈ സിനിമയെ 5 കഷ്ണങ്ങളാക്കി കീറി ഭക്ഷണമായിട്ട് കഴിക്കരുത്. അത്തരം പരിപാടികൾ നിർത്തുക. ഇത് നല്ല സിനിമയാണ്. ട്രോളുകൾക്കൊന്നും ഒരു സാധ്യതയില്ല. ഇത് നെഗറ്റീവ് പറഞ്ഞ സിനിമകളും ഹിറ്റാണെന്ന് നിങ്ങൾ ഓർക്കുക. ധൈര്യമായിട്ട് വന്നിരുന്ന് കാണുക. ഞാൻ പറയുകയാണ്, ആഭാസന്മാരുടെ അടുത്ത് ദയവേത് ഞാൻ പറയുകയാണ്, ഈ സിനിമ 5ആയിട്ട് കീറി മുറിക്കരുത്. അവരോട് കാല് പിടിച്ച് ഞാൻ പറയുകയാണ്, ഈ സിനിമ ഹിറ്റ് സിനിമ തന്നെയാണ്. അറിയാമല്ലോ, അശ്വന്ത് എന്ന് പറയുന്ന ആളിനെ അറിയാമല്ലോ, ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. അയാളോട് ഞാൻ ദയവേത് പറയുകയാണ്, ഈ സിനിമ കീറി മുറിച്ച് ഭക്ഷണമായിട്ട് കഴിച്ച് ഒരു വേട്ടാവളിയനാവാൻ നിൽക്കരുത്. ഇത് നല്ല സിനിമയാണ്. പ്രേക്ഷകരെല്ലാം വന്നിരുന്ന് കാണും. അടിപൊളി പടം.